പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ ആഗോള സുരക്ഷയെ ബാധിക്കുന്ന പശ്ചാത്തലത്തിൽ കിർഗിസ്ഥാൻ തലസ്ഥാനമായ ബിഷ്കെക്കിൽ ഷാങ്ഹായ് സഹകരണ സംഘടന പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിന് തുടക്കമായിരിക്കുകയാണ്. പശ്ചിമേഷ്യയിലെയും തെക്കൻ ഏഷ്യയിലെയും അവിടെയെല്ലാം തന്നെ മറികടക്കുന്ന സുരക്ഷാ സാഹചര്യങ്ങളെക്കുറിച്ച് ഇവിടെ നേതാക്കൾ സംസാരിച്ചു. കൂടാതെ തന്നെ അതിർത്തിയിലെ സമാധാനം നിലനിർത്തുന്നതിനെക്കുറിച്ചും സൈനിക പിന്മാറ്റം സംബന്ധിച്ച നിലവിലെ സ്ഥിതിഗതികളെക്കുറിച്ചും ചർച്ചകൾ നടന്നിരിക്കുകയാണ്. ഭീകരവാദത്തോടുള്ള ഇന്ത്യയുടെ സീറോ ടോളറൻസ് നയം രാജ്നാഥ് സിംഗ് ഇവയൊരു ചർച്ചയിൽ ആവർത്തിച്ചുറപ്പിച്ചു പറയുകയും ചെയ്തു. യോഗത്തിനിടെ തന്നെ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ചൈനീസ് പ്രതിരോധ മന്ത്രി അഡ്മിറൽ ഡോങ് ജൂനുമായി തന്നെ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. ചൊവ്വാഴ്ച നടന്ന ഈ ഒരു നിർണായക ചർച്ചയിൽ പ്രാദേശിക സുരക്ഷയും മേഖലയിലെ സ്ഥിരതയും പ്രധാന ചർച്ചാ വിഷയമായി മാറുകയാണ് ചെയ്തത്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ ആഗോള സുരക്ഷയെ ബാധിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തവണത്തെ ഈ ഒരു പ്രതിരോധ മന്ത്രിമാരുടെ യോഗം ഇവിടെ നടന്നിരിക്കുന്നത്. ഇന്ത്യ, ചൈന, റഷ്യ എന്നീ രാജ്യങ്ങളെ കൂടാതെ തന്നെ പാകിസ്ഥാൻ, കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, തജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, ഇറാൻ എന്നീ രാജ്യങ്ങളിലെ പ്രതിരോധ മന്ത്രിമാരും ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇറാൻ കൂടി അംഗമായിട്ടുള്ള ആഗോള കൂട്ടായ്മയാണ് ഷാങ്ഹായ് സഹകരണ സംഘടന. ഈ രാജ്യങ്ങളിലെ പ്രതിരോധ മന്ത്രിമാരാണ് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നതും. ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും പ്രതിനിധി സംഘത്തെ നയിച്ച് കിർഗിസ്ഥാനിൽ എത്തിയിട്ടുണ്ട് എന്ന വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നതാണ്. കിർഗിസ്ഥാനിലെ ബിഷ്കെക്കിലാണ് ഷാങ്ഹായ് സഹകരണ സംഘടന ഇത്തരത്തിൽ പ്രതിരോധ മന്ത്രിമാരുടെ യോഗം നടത്താൻ തീരുമാനിച്ചതും. ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് നയിക്കുന്നത്. യോഗത്തിൽ വിവിധ അംഗ രാജ്യങ്ങളിലെ പ്രതിരോധ മന്ത്രിമാർ മേഖലയിലെ പ്രതിരോധവും സുരക്ഷയും സംബന്ധിച്ച നിരവധി വിഷയങ്ങളിൽ ചർച്ച ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അന്താരാഷ്ട്ര സമാധാനം, ഭീകരവാദത്തിനെതിരായ പോരാട്ടം, ഷാങ്ഹായ് സഹകരണ സംഘടന അംഗ രാജ്യങ്ങൾക്കിടയിലെ പ്രതിരോധ സഹകരണം എന്നിവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും ഇവിടെ ചർച്ചകൾ കൂടുതലായി തന്നെ നടക്കും. മേഖലയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ സാമ്പത്തിക സംഘടനകളിൽ ഒന്നായ SCO നിലവിലുള്ള സംഘർഷത്തിന്റെ ആഘാതം കുറയ്ക്കുന്നതിനുള്ള നടപടികളെക്കുറിച്ച് ചർച്ച ചെയ്യുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. മാത്രമല്ല, ഇന്ത്യ ഇതിനു വേണ്ടിയുള്ള നയതന്ത്ര നീക്കങ്ങളായിരിക്കും നടത്തുക എന്നും ആഗോള സുരക്ഷാ വെല്ലുവിളികൾക്കിടയിൽ പോലും ആഗോള സമാധാനത്തോടെയുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത പ്രതിരോധ മന്ത്രി ഇവിടെ ഉയർത്തിക്കാട്ടുമെന്നും ഭീകരതയ്ക്കും തീവ്രവാദത്തിനും എതിരായ സഹിഷ്ണുതയില്ലാത്ത അതിനെക്കുറിച്ചുള്ള ഇന്ത്യയുടെ സ്ഥിരമായ നിലപാട് ഇവിടെ വ്യക്തമാക്കുകയും ചെയ്യും. യോഗത്തോടനുബന്ധിച്ച് പങ്കെടുക്കുന്ന ചില രാജ്യങ്ങളിലെ അംഗങ്ങളുമായി തന്നെ രാജ്നാഥ് സിംഗ് ഉഭയകക്ഷി ചർച്ചകൾ നടത്താനും സാധ്യതകളുണ്ടായി എന്നതാണ് ഇതിനു മുൻപേ വന്ന റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.